അന്നേരം കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ മഴയായിരുന്നു. മഴയായിട്ട് വീട്ടിലിരുന്ന് പുഴുങ്ങിയിരിക്കുമായിരുന്നേ. അന്നേരം ഇന്ന് മഴയില്ലാഞ്ഞപ്പം ഞാനും കുഞ്ഞും കൂടെ വൈകിട്ട് ചുമ്മാതെ മാർക്കറ്റിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നൊരേ ബോറടിയായിരുന്നു. അന്നേരം മാർക്കറ്റിൽ ഇറങ്ങിയാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യാം, വില പേശി എടുക്കാമല്ലോ. പിന്നെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുവേ. അന്നേരം അതുകൊണ്ടാണ് പയ്യെ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഈ ആഴ്ച മഴയായതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞാൻ കാണിച്ചിട്ടില്ലേ പയറ്, പാവയ്ക്ക അങ്ങനെയൊക്കെ കിട്ടുന്നത്. ഈ പ്രാവശ്യം അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു. അല്ലാതെ ഇവിടത്തേതായിട്ടുള്ള കുറച്ച് പച്ചക്കറികളും പിന്നെ തക്കാളി, ക്യാരറ്റ് അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒരുപാട് പച്ചക്കറി ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ചേനയായാലും വേറെ അങ്ങനെയുള്ള ഒന്നും ഞാനിവിടെ കണ്ടില്ല. അതുകൊണ്ട് പയ്യങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ കൊണ്ട് ചെരുപ്പുകൾ കുറേ ഇരിക്കുന്നേ. ജസ്റ്റ് ചുമ്മാ എല്ലാം ഒന്ന് നോക്കി കേട്ടോ, അത്രയേ ഉള്ളായിരുന്നു. പിന്നെ എപ്പോൾ ഇവിടെ വന്നാലും ബാക്കി ഈ ഒരു ബേക്കറി കയറാതെ ഇറങ്ങത്തില്ല കേട്ടോ. ഈ പ്രാവശ്യം അവൻ ആ ഒരു വെളുത്ത കേക്കില്ലേ, ചെറിയൊക്കെ മുകളിൽ വെച്ചെടുക്കുന്നത്, അത് വേണമെന്നും പറഞ്ഞായിരുന്നു നിൽക്കുന്നത്. ഇവിടെ എനിക്ക് കയറിയാൽ തന്നെ എല്ലാം പെറുക്കിയെടുക്കാൻ തോന്നും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും വാങ്ങാറില്ല കേട്ടോ. കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം കേക്ക് വാങ്ങും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേക്കൊക്കെ വാങ്ങി പച്ചക്കറിയൊക്കെ വാങ്ങി പയ്യെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ പോകുന്ന വഴിക്കാണ് നമ്മുടെ പാനിപ്പൂരിക്കട ഉണ്ടായിരുന്നേ. കണ്ടുടനെ തന്നെ ദാണ്ട ഈ ബെഞ്ചിൽ കയറി അങ്ങ് ഇരുന്ന് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് പാനിപ്പൂരി വാങ്ങാതെ ഇറങ്ങാൻ പറ്റും. പിന്നെ ഇവിടുത്തെ പാനിപ്പൂരി ആണെങ്കിൽ എനിക്കും ഭയങ്കര ഇഷ്ടമുണ്ട്, ഞാനും വാങ്ങാറുണ്ട്. പാനിപ്പൂരി എല്ലാം പാഴ്സൽ വാങ്ങാനായിരുന്നേ. അന്നേരത്തെ കൊണ്ട് രാഗിയുടെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. കൃഷ്ണനും രാധയും അങ്ങനെ രാഗി കിട്ടുന്ന സമയമൊക്കെ ആയി തുടങ്ങിയല്ലോ. അന്നേരത്തേക്ക് അതിൻ്റെ കുറേ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാം വാങ്ങി കയ്യിൽ കെട്ടണമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ രാഗികളുണ്ട്. കണ്ടപ്പോൾ എല്ലാം കൊതി വന്നേ. കുഞ്ഞാണെങ്കിൽ സ്കൂളിലേക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് ഇങ്ങ് പോരുന്നു കേട്ടോ. രാഖിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ്. എന്താണ് നമുക്ക് സിമ്പിളായിട്ടുള്ള ചെയിൻ പോലത്തെ മാതിരി ഉണ്ട്, അല്ലാതെ തന്നെ കുറച്ചും കൂടെ എന്താ പറയേണ്ടത്, കുറച്ച് വലിയ ടൈപ്പ് ഉണ്ടല്ലോ, അതാ ഈ ഒരു ടൈപ്പ്, അങ്ങനെ കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള രാഖി കളക്ഷനുണ്ട് ഇവിടെ കേട്ടോ. പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രൂപത്തിലുള്ളതും പല ഭാവത്തിലുള്ളതും ഉണ്ടെന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ കുറച്ച് നേരം ഞാൻ ഇതെല്ലാം നോക്കി നിന്നെന്ന് വേണം പറയാൻ. കാരണം നമ്മുടെ നാട്ടിലെ രാഖി ഇത്ര ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും ഞാൻ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കോ കുറേ വെറൈറ്റികളുണ്ടല്ലോ. കുറച്ച് നേരം അതെല്ലാം നോക്കി ഇതായിട്ട് നേരെ അങ്ങ് വീട്ടിൽ വന്നത്. ബേക്കറിയിൽ നിന്ന് ഇതാണ് വാങ്ങിച്ചത്. കേക്കില്ലേ, കേക്കും ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റും ഓരോയുടെ ബിസ്ക്കറ്റും. പിന്നെ പച്ചക്കറിയായിട്ട് ആകെപ്പാട് വാങ്ങിച്ചിട്ടുള്ളത് തക്കാളിയും ക്യാരറ്റും മാത്രമുള്ളായിരുന്നു. പിന്നെ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതത്ര 70 രൂപയ്ക്ക് 12 എണ്ണം അങ്ങനെയാണ് പഴം. പിന്നെ പേരക്കയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ഞാൻ ആ കേക്ക് കൂടെ അങ്ങ് പൊട്ടിച്ചു കൊടുക്കണം. അവൻ പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അത് അവിടെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഈ വെളുത്ത കേക്കാണ് അവന് ഞാൻ വാങ്ങിച്ചത്. പിന്നെ പാനിപ്പൂരി ഇതെനിക്കുള്ളതാണ്. കുഞ്ഞാണ് ആ ബോൾ ഇരിക്കുന്നത് മാത്രമേ കഴിക്കത്തുള്ളൂ, മസാലയ്ക്ക് എരിവാന്നാണ് പറയുന്നത്. അന്നേരം ഞങ്ങളുടെ ഒരു ഞായറാഴ്ച അങ്ങനെയൊക്കെ അങ്ങ് അവസാനിച്ചു കേട്ടോ. അന്നേരം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.